ഹലോ എവ്രി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെസമി പീനട്ട് ഗജക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. മക്കൾക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എള്ളൊക്കെ കപ്പലണ്ടി കഴിക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഇത് ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അവർക്ക് മനസ്സിലാവത്തില്ല അവരെന്തുവാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ അവരാണെങ്കിൽ കഴിക്കുകയും ചെയ്യും. അവർ ശരീരത്തെല്ലാം ഗുണങ്ങൾ അതിൻ്റെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഏറ്റവും അധികം 75 ഗ്രാം ഞാനാണെങ്കിൽ എള്ള് എടുത്തിട്ടുണ്ട്. എള്ളാണെങ്കിൽ ഇതുപോലെ പൊട്ടിയാൻ തുടങ്ങുമ്പം നമുക്കാണെങ്കിൽ അതെന്താണെന്ന് തന്നെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് ഓവർ ഡാർക്ക് ആവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു ചവർപ്പ് ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കരിയാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ മാറ്റിയാൽ മതി. കപ്പലണ്ടി അതുപോലെ തന്നെ 75 ഗ്രാം തന്നെയാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മാറ്റാം. ഈ നമുക്കൊരു കിച്ചൺ ടവൽ നമുക്കതിനെ ഒന്ന് മാറ്റി നല്ല ക്ലീൻ ആയിട്ടുള്ള ടവൽ എടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് അമക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ തൊലിയൊക്കെ എല്ലാം സെപ്പറേറ്റ് ആയി കിട്ടും. പെട്ടെന്നല്ലേ, സിമ്പിളാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ തൊലികളൊക്കെ ഇനി ഇപ്പോഴും ഉണ്ടെന്നെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. ഇനിയാണെങ്കിൽ നമുക്ക് അരിപ്പ പോലത്തെ ഒരു തവികളൊക്കെ കാണത്തില്ല, നമ്മുടെ എല്ലാവരും വീട്ടിൽ ഇപ്പോൾ നോർമലി കാണാൻ കിട്ടും. അപ്പോൾ ആ തവി എടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇതുപോലെ പ്ലേറ്റിൽ വെച്ചതിന് ശേഷം അതിനകത്തൊന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ അതിൻ്റെ തൊലികളെല്ലാം സെപ്പറേറ്റ് ആയി കിട്ടും. നമ്മുടെ കപ്പലണ്ടി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആയില്ലയോ? ഇനി അവിടെ ഇവിടെയൊക്കെ ഒന്നെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അത് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയും റെഡി ആയിട്ടുണ്ട്. എള്ളും വറുത്ത് ഒരു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ആ കടായിലിട്ട് തന്നെ 2-3 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനാണെങ്കിൽ 160 ഗ്രാം ഞാൻ ശർക്കര ഇതുപോലെ ചീകി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് പൊടിയായി ചീകി വെക്കണം. പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടുകയും ചെയ്യും. ഒത്തിരി നൂൽപ്പാകമൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊക്കെ ബബിൾസൊക്കെ വന്ന് നന്നായിട്ട് മെൽറ്റായി വരും തോന്നുമ്പോൾ അത്രയും മതി കേട്ടോ. ഒത്തിരി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഹാർഡായിപ്പോൾ നമ്മുടെ ഗജക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങ് ശ്രദ്ധിച്ച് വേണേ ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. പിന്നെ വേറെ ഏതൊക്കെ റെസിപ്പീസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളിങ്ങനെയൊക്കെ അറിയിക്കുവാണെങ്കിൽ എനിക്കൊരു പെട്ടെന്നൊരു ഹെൽപ്പാവും കേട്ടോ. എനിക്ക് പിന്നെ വേറെ ഒന്നും റെസിപ്പീസ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റ് ആവുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ അവിടെ വെച്ച് കൊടുക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ എള്ളൊക്കെ തണുത്ത് കപ്പലണ്ടിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മിക്സി ജാറിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൾസിൻ്റെ മൂടി വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട്. ഒത്തിരി ഫൈനായിട്ട് പൊടിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാം പുറത്തുനിന്ന് അതിൻ്റെ ടേസ്റ്റേ മാറും കേട്ടോ. അപ്പോൾ അതൊന്നും അങ്ങനെ ഒന്നും ആക്കല്ല്. ഇതുപോലെ കണ്ടില്ലേ, ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടില്ല, എന്നാൽ ആവശ്യത്തിന് പൊടിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കപ്പലണ്ടി ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. പൾസിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് അതും ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങി വരും. അപ്പോൾ പിന്നെ കഴിക്കാനായിട്ട് ടേസ്റ്റ് വരത്തില്ല. പിന്നെ നമുക്ക് അതിനകത്തൊരു 5-6 ഏലയ്ക്ക ഇതുപോലെ അതിന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് അതും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അത് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് റെഡിയാക്കി. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഒത്തിരി ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുമില്ല, എന്നാൽ പൊടിഞ്ഞ് കിട്ടിയിട്ടും ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കതിനെ ഈ പാത്രത്തോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ എള്ളെടുത്ത് വെച്ചേക്കുന്ന ആ പാത്രത്തിന്. പിന്നെ നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ ചുക്ക് പൊടി നമുക്ക് അതിട്ട് കൊടുക്കാം. നന്നായിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി വെക്കാം. ഇനി നമ്മൾ ഏത് പ്ലേറ്റിൽ നമ്മൾ സെറ്റാക്കുന്നതെന്ന് വെച്ചാൽ ആ പ്ലേറ്റിൽ നമുക്ക് കുറച്ച് നെയ്യൊക്കെ തടവി റെഡിയാക്കി വെക്കണം കേട്ടോ. നേരത്തെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് സെറ്റാവുന്ന സാധനം. അത് കാരണം കൊണ്ട് ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നേരത്തെ നമ്മളെല്ലാം കാര്യങ്ങൾ ചെയ്ത് വെക്കണം. അപ്പോൾ അതേവിടെ ശർക്കരയൊക്കെ എല്ലാം ആയി വരുന്നുണ്ട് കേട്ടോ. ഇച്ചിരിയും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു പത വരുന്നത് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ എള്ളും കപ്പലണ്ടിയൊക്കെ പൊടിച്ച് വെച്ചേക്കുന്നില്ല, നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. പെട്ടെന്ന് കൈയുടെ സ്പീഡ് ഇച്ചിരി കൂട്ടി കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് മിക്സ് ആക്കണം കേട്ടോ. എന്നിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്കിനി നന്നായിട്ട് മിക്സ് ആയെന്ന് അറിഞ്ഞ് കഴിയുമ്പം അപ്പോൾ തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ അതങ്ങ് ഒത്തിരി ഹാർഡായി പോകും. ഇത് ഹാർഡായിട്ടല്ല ഇരിക്കുന്നത്, നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേത് കണ്ടില്ല, നമ്മൾ എള്ളു മുട്ടായുടെ കൂട്ടൊന്നും അല്ല, കപ്പലണ്ടി മുട്ടായുടെ കൂട്ടൊന്നും ഇച്ചിരി സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസിൽ നിന്ന് ഇറക്കി വെക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് കണ്ടില്ല, താഴെ അടിക്കുന്നൊക്കെ സെറ്റായി തുടങ്ങി. അത് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് തന്നെ വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചേക്കാൻ പ്ലേറ്റില്ല, അതിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കട്ടോഴി പിന്നായെങ്കിൽ ഇച്ചിരി നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫിനിഷിങ് വരുത്തി കൊടുക്കാം. എന്നിട്ടാണെങ്കിൽ ഒന്ന് തണുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് അപ്പം തന്നെ കട്ട് ചെയ്യണേ. അത് അല്ലെങ്കിൽ പിന്നെ അങ്ങ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാൻ പാടായിരിക്കും, പിന്നെ എല്ലാം പൊടിഞ്ഞ് പോകും. അതുകൊണ്ട് ചെറിയ ചൂട് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊന്ന് മുറിച്ച് ഷേപ്പിൽ എങ്ങനത്തെ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഷേപ്പിലാക്കി എടുക്കുക.
ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുക. പിന്നെ നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നീ അറിയിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ്.